ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോ നമ്മളുടെ ഈ സാരി ബ്ലൗസ് തന്നെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കട്ട് ചെയ്യേണ്ട എല്ലാ പോയിന്റും നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാ കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ സഹിതമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളിതൊരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിൽ ഫ്രണ്ട് പോർഷനിൽ ടക്ക് വരുന്ന രീതിയിലും ഒരു ബോട്ട് നെക്ക് വരുന്ന രീതിയിലുമാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത്രയും പീസസ് ആണ് നമുക്ക് ഇത് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലും നമ്മൾ ഓരോരോ പോയിന്റുകൾ പറയുന്നുണ്ട്. ലൈനിങ് വെച്ചാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ആദ്യമേ നമ്മൾ ഇതുപോലെ ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. അതിനെ നമ്മളുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ച് ആദ്യമേ നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. നമ്മളുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ലൈനിങ് ക്ലോത്തൂടെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതായത് നമ്മളുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്ക് വെച്ച് കൊടുത്ത് ഈ നെക്കാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കൈത്തയ്യലല്ല തയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒരു ക്യാൻവാസ് ഒന്നും വെക്കാതെ നെക്ക് ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ. നമ്മളൊരു ബോട്ട് നെക്കാണ് കട്ട് ചെയ്തിരുന്നത്. അതേ രീതിയിൽ ഇതുപോലെ നമ്മളിങ്ങനെ വളരെ സ്ലോയിലാണ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അതിനുശേഷം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ത്രെഡിൽ കട്ട് ചെയ്യാതെ, നമ്മളുടെ ത്രെഡിൽ കൊള്ളാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒരു സ്മോൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ക്ലോത്തിന് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ്, നല്ല വലിവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതാ ഈ ലൈനിങ് ക്ലോത്തിനെ ഇങ്ങനെ തിരിച്ചതിന് ശേഷം ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി വളരെ സ്ലോയിലാണ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിതാ ഇതിനെ ഇങ്ങനെയൊന്ന് തിരിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ അയൺ ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ നല്ല വശത്തിലൂടെ ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് മാറി അല്ലെ 1 സെൻറ്റിമീറ്റർ മാറി ഒന്നുകൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മളുടെ നെക്ക് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ നമ്മളുടെ ആ ലൈനിങ് ക്ലോത്തിൻ്റെ ഭാഗം ഇങ്ങനെ നമ്മൾ തിരിച്ചു വെച്ച് ആ ലൈനിങ്ങിൻ്റെ സൈഡ്, ലൈനിങ് ആണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് വഴി ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഭാഗമെല്ലാം കൈകൊണ്ട് നല്ല ക്ലിയർ ചെയ്ത് കൊടുത്ത് വളരെ സ്ലോയിൽ അങ്ങ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മളിതാ കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ബാക്കി നിൽക്കുന്നത് മുഴുവൻ നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കിട്ടുവേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് സൈഡ് വഴി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇങ്ങനെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി ആ ടക്കിൻ്റെ ഭാഗം എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മാർക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ ഇതുപോലെ നമ്മളിങ്ങനെ ഇവിടെ സൂചി കുത്തി അതിനുശേഷം അവിടുന്ന് നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സൈഡിൽ എങ്ങനെയാണോ ടക്കിട്ട് കൊടുത്തത് അതുപോലെ തന്നെ 2 സൈഡും ടക്കിട്ട് കൊടുക്കുക. ഇനി ഈ സെൻറ്ററിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും ഇതുപോലെ ഇങ്ങനെ പിടിച്ച് ആ മാർക്ക് ചെയ്ത വഴിയെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യമേ ഈ സൈഡുകളെല്ലാം നല്ല പോയിൻ്റ് നല്ല ഷാർപ്പായിട്ട് കിട്ടണേ. ആ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ എല്ലാം നമ്മൾ 2 ടൈംസാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അതിനുശേഷം ഈ ആം ഹോളിൻ്റെ ഭാഗത്തെ ടക്കും ഇങ്ങനെ നമ്മൾ പിടിച്ച് കൊടുത്ത് അവിടെ എല്ലാം നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതെല്ലാം മാർക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പോയിൻ്റ് വഴി എല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്കൊരു ഇൻസ്റ്റയുണ്ട് ത്രെഡ് ആൻഡ് ടച്ച് എന്ന്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഈ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുകയാണ്. നമ്മുടെ ലൈനിങ് ക്ലോത്തിലാണ് ബെൽറ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്തത്. ഇനി നമ്മളുടെ സാരി ബ്ലൗസിൽ നിന്ന് ആ നല്ല ക്ലോത്തിൽ നിന്ന് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് 2 പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക്
ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ബെൽറ്റ് പോർഷൻ വെച്ച് കൊടുത്തു ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ല വശങ്ങൾ തമ്മിലാണ് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ലൈനിങ് കറക്റ്റായിട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈനിങ്ങിൽ നമ്മൾ ആ കട്ട് ചെയ്ത അതേ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബെൽറ്റ് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ പീസായിട്ട് വരുന്ന ആ ഭാഗത്തിലൂടെ ഇതുപോലെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി ഇതിൻ്റെ ഈ സൈഡ് വഴി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ സൈഡ് വഴി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സൈഡ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നിർബന്ധമല്ലേ, അത് ഓപ്ഷനല്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം ഈ കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്ലൗസിൻ്റെയും കറക്റ്റ് സെൻറ്ററുകൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പിൻ കുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ സൂചി ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കുത്തി ഈ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ മടക്കി കൊടുത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ തിരിച്ചതിന് ശേഷം ഈ കറക്റ്റ് സെൻറ്ററിൽ സൂചി കുത്തുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ആ ടക്കിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് കൊടുത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഈ ബെൽറ്റ് പോർഷൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ടക്കിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ത്രെഡിൽ കട്ട് വീഴരുത്, അല്ലാതെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ട് നമുക്കവിടെ വലിഞ്ഞ് കിട്ടി നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പം നീറ്റായിട്ട് ഇതുപോലെ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ടക്കിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബെൽറ്റ് പോർഷനൊക്കെ നമുക്ക് ഈ സൈഡെല്ലാം നമ്മൾ കറക്റ്റ് അളവിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുവേ. ഇനി ബാക്ക് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല വശത്തിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നെക്കിൻ്റെ പോർഷൻ നമ്മളൊരു ഡിസൈനൊക്കെ ചെയ്താണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ സൂചി കുത്തി ഇങ്ങനെ നമ്മൾ ഈ ഭാഗം ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത്. ആ ഡിസൈൻ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടം വരെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് ഈ ഭാഗം നമ്മളുടെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഇങ്ങനെ നമ്മൾ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഈ ഭാഗം നല്ല വശം ഇങ്ങനെ ഈ കോർണറൊക്കെ നമ്മൾ ഷാർപ്പ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണേ. ഇങ്ങനെ രണ്ട് വശവും ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷനിലാണ് നമ്മൾ ഓപ്പൺ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ബാക്ക് പോർഷന് രണ്ട് പീസായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ രണ്ട് പീസും ഇത് ഒരേ സെയിം രീതിയിലാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ സൈഡുകളെല്ലാം ലൈനിങ് ക്ലോത്താണ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ബാക്കി ക്ലോത്തിനെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ രണ്ട് പീസും സെയിം രീതിയിൽ ഇതുപോലെ നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിന് ഒരു ലൂപ്പ് വേണേ നമ്മളുടെ ബ്ലൗസിൽ അറ്റാച്ച് ചെയ്യാനായിട്ട്. അതിനായിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു ചെറിയ വിഡ്ത്തിൽ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു നീഡിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഇതിൻ്റെ സൈഡ് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ ഈ ഭാഗം ഇതുപോലെ നമ്മൾ തിരിച്ചെടുത്ത് ഇതുപോലെ ഇങ്ങനെ ലൂപ്പ് എടുത്തിരിക്കുകയാണ്. ഇത് ഇങ്ങനെ നമുക്കൊരു ബട്ടൺ വയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പം നമ്മളുടെ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡ് അതിൻ്റെ എഡ്ജ് വഴിയാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ ഡിസൈൻ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടം വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു സെൻറ്റിമീറ്ററൊക്കെ ഇങ്ങനെ മാറ്റി ഒന്നുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് വേണമെങ്കിൽ ഈ കോർണറിൽ നമുക്ക് ഈ ലൂപ്പ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഇതുപോലെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ബട്ടണും വെച്ച് കൊടുത്തിരിക്കുകയാണ്.
ഇനി നമ്മളിതാ ഇവിടെ രണ്ടിടത്തും 1/2 ഇഞ്ച് വിഡ്ത്തിൽ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വിഡ്ത്തിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ ഇതാ ഇതുപോലെ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഉള്ള സ്ട്രിപ്പാണ്. നമുക്ക് ഹുക്ക് വെക്കാനായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ പുറത്തു കൂടി ഒന്നുകൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ നീറ്റായിട്ട് ഇതാ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു അല്പം നീട്ടിട്ട് കൊടുത്തത് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടെ നമ്മളിതാ ഇതിനെ റോങ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് അതുവഴി ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ എല്ലാം ലോക്ക് ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പം എന്താ ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഈ ഹോള് വെക്കുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ റോങ് സൈഡിലേക്ക്, അതായത് ചീത്ത വശത്തിലേക്ക് നമ്മളിതാ ഇതുപോലെ 3 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു സ്ട്രിപ്പ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാ അതിനെ ഇങ്ങനെ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇവിടെ കറക്റ്റാണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും നോക്കണേ. എപ്പോഴും നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം വെച്ച് കൊടുക്കുന്ന ഭാഗങ്ങൾ കറക്റ്റാണോ എന്ന് നോക്കിയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അഴിച്ചൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് ഇതാ ഇവിടെ നമ്മളിങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം ഒരു വി ഷേപ്പിൽ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ ആ ഹുക്ക് വയ്ക്കാനുള്ള ഹോള്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളിങ്ങനെ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതാ ബാലൻസൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ ഇത് കണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മളൊരു കുടത്തിൻ്റെ ഷേപ്പാണ് നോക്കിയത്. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടി. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ വെച്ച് നോക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, കറക്റ്റാണോന്ന്. എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്താ ഇതുപോലെ നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഭാഗം ലൈനിങ്ങുമായിട്ടെല്ലാം അറ്റാച്ച് ചെയ്താണ് ഇങ്ങനെ നമ്മളിപ്പം ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പം എന്താ ഇതുപോലെ നീറ്റായിട്ട് ബാക്ക് പോർഷൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഫ്രണ്ട് പോർഷൻ ദാ ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡർ ദാ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഷോൾഡർ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് ദാ ഇതുപോലെ ബോട്ട് നെക്ക് കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് ദാ ഇതുപോലെ ആ ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടം വരുന്ന രീതിയിൽ ദാ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാവേ. നമ്മളുടെ ദാ ഇതുപോലെ ക്ലോത്തിനെ ഇങ്ങനെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലൈനിങ് ക്ലോത്ത് നമുക്ക് കറക്റ്റായിട്ട് തികയാത്തത് കൊണ്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ആ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഭാഗവും നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും തമ്മിൽ ദാ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിതാ ഇങ്ങനെ ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത ഭാഗം നമ്മൾ തിരിച്ചിട്ട് വരുമ്പോഴത്തേന് നമ്മളുടെ ദേഹത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ദാ ഇതുപോലെ നമ്മൾ പതിച്ച് ദാ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ പുറത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ദാ ഇങ്ങനെ നമ്മൾ തിരിച്ച് ദാ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദാ ഇത് കണ്ടോ, ഈ നമ്മളുടെ ഈ മെയിൻ ക്ലോത്ത് വളരെ നൈസായിട്ടുള്ള ക്ലോത്താണ്. അപ്പം ഈ വെച്ച് കൊടുത്തിരിക്കുന്ന പാട് തിരിച്ച് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ലൈനിങ് ക്ലോത്തിനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ദാ ഇതിൻ്റെ സൈഡ് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് നീറ്റ് ചെയ്ത് ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സൈഡെല്ലാം നല്ല നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തപ്പോഴേ മെയിൻ ക്ലോത്താണ് കറക്റ്റ് അളവിൽ സ്ലീവിന് കട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ലൈനിങ് ക്ലോത്തിൻ്റെ സൈഡുകൾ ദാ ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുത്തു. ദാ ഈ ഭാഗം കുഴിച്ചും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് ദാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങിയാൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടുമേ. ഇങ്ങനെ നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് മറിച്ച് വെച്ചതിന് ശേഷം ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മളിതാ ഇതുപോലെ തന്നെ തിരിച്ചുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തോണേ. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ കുഴിച്ച ഭാഗം എപ്പോഴും ഫ്രണ്ട് പോർഷനിലാണ് നമുക്ക് വരേണ്ടത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യുന്നതെല്ലാം നമ്മൾ ഇതിനെ തൊട്ട് മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മളിപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത്
നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒരുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു 1.5 ഇഞ്ചുള്ള സ്ട്രിപ്പ് എടുക്കുക. അതിൻ്റെ സൈഡൊന്ന് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ നീട്ടിയിട്ടതിന് ശേഷം നമ്മൾ എവിടെയാണോ പോയിന്റ് മാർക്ക് ചെയ്ത് അതുപോലെ അതുവഴി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആ മാർക്ക് ചെയ്ത പോയിന്റുകൾ മാറിപ്പോകാൻ പാടില്ല, അല്ലെങ്കിൽ രണ്ട് വശത്തും രണ്ടളവായി പോവേ. എന്നിട്ട് ഇതിൻ്റെ പുറത്തു കൂടി നമ്മളിങ്ങനെ ഒന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഭാഗം നമ്മളിങ്ങനെ മടക്കി കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഒന്ന് നീട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തത്. അതിനുശേഷം നമ്മളിതിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്ത് നമ്മൾ കൈ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്തോ അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ വശവും നമ്മൾ ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഒരുപോലെ കിട്ടുവേ. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് എത്രയാണോ വിഡ്ത്ത് കൊടുക്കേണ്ടത്, സൈഡ് വിഡ്ത്ത്, അത് നമ്മൾ സീം അലവൻസ് 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ 1.5 ഇഞ്ച് കൊടുത്താലും മതി. ആ 2 ഇഞ്ചിൻ്റെ വിഡ്ത്തിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നല്ല രണ്ട് സൈഡ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ നമുക്ക് 2 or 3 പ്രാവശ്യം സൈഡിൽ ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ടക്കിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും എല്ലാം നമ്മളുടെ സ്ട്രിപ്പും ബാക്ക് പോർഷനും എല്ലാം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എപ്പോഴും ബാക്ക് പോർഷനിലെല്ലാം ഒരേ ഷേപ്പാണോ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിനും ഒരേ ഷേപ്പാണോ വരുന്നതെന്നൊക്കെ നോക്കിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇവിടെ നമ്മളിട്ട് വരുമ്പോൾ ഈ ബോട്ട് നെക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വലിഞ്ഞ് വന്ന് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ കാണുമ്പോൾ ഓർക്കും ബോട്ട് നെക്ക് അല്ലല്ലോ എന്ന്, പക്ഷെങ്കിൽ അത് ഇട്ട് വരുമ്പോഴാണ് രണ്ട് സൈഡിലേക്കും വലിഞ്ഞ് നല്ല നീറ്റായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഭാഗത്തെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ സൈഡിൽ 1 or 2 കൂടുതൽ സൈഡ് വിഡ്ത്ത് നമുക്ക് കൊടുക്കാവേ, സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സാരി ബ്ലൗസിന് അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ ലൈനിങ് എല്ലാ സ്ട്രിപ്പ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നതെല്ലാം, അതായത് നമ്മൾ ക്ലോത്തിനെ തികയാതെ വന്നതിന് അടിച്ചു കൊടുത്തിരിക്കുന്നതെല്ലാം പുറത്ത് വരുന്ന രീതിയിൽ ആണ് കാണുന്നത്. അപ്പം നമ്മളുടെ നൈസായിട്ടുള്ളതാണ് ഈ മെയിൻ ക്ലോത്ത്. അവിടേക്ക് ആ ഒരു സ്ട്രിപ്പ് വെച്ചെന്ന് അറിയത്തില്ല. ആ രീതിയിലാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ കിട്ടുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.